നടക്കണ്ട വന്നില്ല. ഇത് തന്നെ ഇതാണ് ഇഷ്ടപ്പെട്ടത്. ഇത് ഇങ്ങനെ കൊണ്ടുപോകാനാണ്. ഇത് നോക്കിയേ, തുറന്നത്. ഇത് കണ്ടില്ലേ, ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. പക്ഷെ നമ്മള് വിചാരിക്കണ പോലത്തെ റേറ്റ് അല്ല ഇതിന് വന്നിട്ട്. രസമുണ്ട് കേട്ടോ. എല്ലാ കുഞ്ഞ് ഇത്രയൊക്കെ വെള്ളം ക്യാരി ചെയ്യാൻ അടിപൊളിയായിട്ടുണ്ട്. ഇത് നല്ല രസമുണ്ടോ. തുറന്നേടെ ഒന്ന് കാണാൻ വേണ്ടി. വീട്ടില് മൊത്തം കുപ്പിയുള്ള ബേളായിരിക്കും. അതെങ്ങനെയുണ്ട്? മൊത്തം സ്റ്റീലാണ്. ഇങ്ങനത്തെ ബേസ് തുറന്നു നോക്കിയാ തുറന്നാലും. ഹലോ, അപ്പൊ ഞങ്ങള് ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന്റെ പാർട്ട് 2 ആണ് കേട്ടോ. നമ്മള് പോത്തീസിലേക്കാണ് പോണത്. ലച്ചുവിന് ബാഗ്, പിന്നെ എന്തൊക്കെയാ ലഞ്ച് ബാഗ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ടാണ് പോണത്. അധികം സാധനങ്ങളില്ല, കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. പിന്നെ അംബർല അങ്ങനെയൊക്കെ. മിക്കപ്പോഴും നമ്മള് പോത്തീസിന്ന് തന്നെയാണ് കേട്ടോ വാങ്ങാറ്. ബാഗ് നമ്മള് പോത്തീസിന്ന് ഇതുവരെ മേടിച്ചിട്ടില്ലല്ലോ ലച്ചു? കൊറേ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ലച്ചുവിന് എല്ലാ കാര്യങ്ങളും തിരുവനന്തപുരത്ത് നിന്നാ വാങ്ങിയത്. സിസ്റ്റർ അവിടെ ആയിരുന്നു. അപ്പൊ ഇപ്രാവശ്യം നമ്മൾ ഇവിടെ പോയിട്ട് നമ്മള് ജീനിയുടെ ബാഗ് തന്നെ മതി എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കത് നോക്കാം. കുറെ ഓഫറൊക്കെ ഉണ്ടാവും പോത്തീസില്. പിന്നെ പോത്തീസില് വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ വീഡിയോ എടുക്കാനായിട്ട് അവർ സമ്മതിക്കില്ല എന്നാ തോന്നണത്. ഞാൻ ഇതുപോലെ ഒരു ഷോപ്പിങ്ങിന് പോയപ്പോഴത്തേക്കും വീഡിയോ എടുക്കാനായിട്ട് അവര് പറഞ്ഞ വീഡിയോ എടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പൊ ചെറിയ ചെറിയ ക്ലിപ്പിങ്സ് ഒക്കെ ഞാൻ എടുക്കൂട്ടാ, ചെറുതായിട്ട്. വലിയ രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. എന്നിട്ട് നമുക്ക് വീട്ടിൽ വന്നിട്ട് എന്താ പറയാ കാണിച്ചു തരാം എന്തൊക്കെ വാങ്ങിയത് എന്നുള്ളത്. ഇന്നലെ എച്ചൻസിൽ പോയതും ഞാൻ കാണിച്ചു തരാം, മേടിച്ചതൊക്കെ. അപ്പൊ എല്ലാം കൂടി ചേർത്തിട്ടായിരിക്കും നമ്മള് വീഡിയോ ഇടുന്നത്. പിന്നെ നിങ്ങൾ എല്ലാവരും സ്കൂളിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങി കഴിഞ്ഞോ? പിന്നെ യൂണിഫോം ഒക്കെ ഞങ്ങൾ നേരത്തെ മേടിച്ചിട്ടുണ്ടായി. വാനിലി എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണ് വാങ്ങിയത്. അപ്പൊ ചെല്ലുന്നു, നമ്മൾ ഇട്ട് നോക്കുന്നു, അപ്പൊ തന്നെ മേടിക്കുന്നു. വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. നല്ല അടിപൊളി ക്ലോത്ത് ആയിരിക്കും കേട്ടോ അവരുടെ. സൂപ്പർ ആയിരിക്കും. നരക്കി ഒന്നുമില്ല. പിന്നെ ഓഫറൊന്നും വലിയ കട്ടിയൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമുക്കിനി പോത്തീസി ചെന്നിട്ട് കാണാം. എല്ലാരും ഇവിടെ ഉണ്ട്. ചെയ്തിട്ടെന്തേ വണ്ടി ഓടിക്കണതിന്റെ ടെൻഷൻ. ലച്ച് ബാക്കിലിരിക്കുന്നു. ലച്ച് ഭയങ്കര എക്സൈറ്റഡ് ആണ് അല്ലേ? കൊറേ ലിസ്റ്റ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ലച്ചു. 11 ഐറ്റംസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് അതൊക്കെ നോക്കാം. ഈ സമയത്ത് വലിയ തിരക്കില്ലെന്ന് തോന്നുന്നു അല്ലെ? 5:30 ഒക്കെ 5:45 കേട്ടാ. അപ്പൊ നമ്മള് കലൂരാണ് നമ്മുടെ പോത്തീസ് വന്നിട്ട്. അവിടെ ഉണ്ടാ പോണത്. കലൂരിലെ പോത്തീസിലേക്കാണ്. അതെ, നമ്മള് പോത്തീസിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് വളഞ്ഞ് അല്ലെ? അയ്യോ ഭയങ്കര അന്നവിടെ പണി കിടക്കണോ? ചേതൊക്കെ നേരമൊക്കെ ഓടിച്ചോ. അതുകൊണ്ട് അവിടെ എപ്പോഴും എന്തെങ്കിലും ഒരു തീം അവര് ചെയ്തിട്ട് പോത്തീസിന്റെ പാർക്കിങ്. നമുക്ക് ഇവിടെ ഉണ്ട് പാർക്ക് ചെയ്യേണ്ടത്. ഇത് സമ്മർ സെയിൽ, ബിഗ് സമ്മർ സെയിൽ. പിന്നെ അതിന്റെ സ്കൂൾ ബാക്ക് ടു സ്കൂൾ ടീമൊക്കെ ഇട്ടിട്ടുണ്ട്. അന്നോളാൻ പറയുന്നുണ്ട് ആ സെക്യൂരിറ്റി. പോത്തീസ് ആണോ? എന്തിനായിരിക്കും? അപ്പതേ നമ്മള് പോത്തീസിലെ പാർക്കിങ്ങിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി അകത്തേക്ക് കയറാം. നല്ല തിരക്കായിരിക്കും. നമുക്ക് നോക്കാം. ഈ വണ്ടിയിൽ കയറാം. ഇവിടെ അവരാക്കി തരൂ ഈ വണ്ടിയില്. തോന്നണല്ലേ? നടക്കണ്ട വന്നില്ല. നമ്മളോട് ആക്കിട്ട് എന്തോ ഒരു റൈഡിലേക്ക് വന്ന പോലെ അല്ലേ? ഇതൊരെണ്ണം. പിന്നെ ഏതായിരുന്നു? വേറെ എടുത്തു വരും കളർ ചേഞ്ച് ഒക്കെ. ഇത് നല്ലതായിരിക്കും. അത് വേണോ? മോന് ഇഷ്ടമുള്ളത് ഏതാന്ന് വെച്ചാൽ എടുത്താ മതി. ഇത്രയും ബാഗുകളാണ് കേട്ടോ ഇവിടെ ഓഫറില്. ബില്ല് ചെയ്തോ? ഇത് ബാഗിന് ഇത്രയും രൂപയായിട്ടാ. ജീനിക്ക് ആകെ എത്ര പെർസെന്റേജാ? 40% ഉള്ളൂ. ഇവിടെ കൊറേ ഉണ്ടല്ലോ ബാഗ്സ്. 5 ബോക്സ് ഉണ്ട് ഇവിടെ. നോക്കി നോക്കിയ അത് ഇതില് വെക്ക്. ഇവിടെ ഇല്ലെങ്കിൽ മുകളിൽ പോയി നോക്കാട്ടാ.
രസമല്ലേ ഇത്? പുതിയതാണ്. ചോറ് നോക്ക് നീ. അതിൽ 5 രൂപ. ഇത് നോക്കട്ടെ, ഇതിലിപ്പോ എന്താ കൊള്ളുക? ആ, അതിനൊക്കെ എത്ര രൂപ നോക്കിയവല്ല? 400. കൊറേ പൗച്ചസ് ഉണ്ട്, പെൻസിൽ. എന്നാ മുകളിലേക്ക് ആ സമയം കളയണ്ടല്ലോ. നല്ല രസമുണ്ടല്ലേ? കൊച്ചിന് പറ്റിയ എന്താ ഹൈലൈറ്റർ, അത് കണ്ടാ മേടിച്ചു, അല്ലെങ്കിൽ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ മേടിക്കാം. എന്തെന്നുള്ളത് അതൊക്കെ നമുക്ക് അലങ്കാരിന്ന് മേടിക്കാം. ആ, ബാഗ് ഇഷ്ടപ്പെട്ടില്ല കൊച്ചിന്? എന്റെ ബ്ലാക്ക് എടുത്തില്ലല്ലോ കൊച്ച്. എന്ത് പാടാ. നമ്മൾ 6th ഫ്ലോറിലാണ്. അവിടെ നിന്നെല്ലാം കിട്ടിയാ മതിയായിരുന്നു. ആ, പൗച്ച് എപ്പോഴും കിട്ടില്ല കേട്ടോ ലച്ചുവിന്. ഇത് 5th അല്ലേടാ? നല്ല രസമാണ് ഈ ലിഫ്റ്റിൽ കയറി ഇങ്ങനെ പോവാനായിട്ട്. എത്തിയാ നോക്ക്, നടന്നോ. എവിടെ ഇപ്രാവശ്യം കാണാനില്ലല്ലോ. ഏതാ വേണ്ടത് കൊച്ചു? നോക്കിയെടുത്തോ ഇഷ്ടമുള്ളത്. പിങ്ക് വേണ്ടാട്ടാ, വേറെ എടുത്തോ. അതെങ്ങനെയുണ്ട്? മൊത്തം സ്റ്റീലാണ്. ഇങ്ങനത്തെ ബേസ് തുറന്നു നോക്കിയ തുറന്നാലല്ലേ കാണുള്ളൂ. ഇത് വേണോ? ആണോ? ഒന്ന് അടച്ചു നോക്കിയേ. പറ്റണുണ്ടോ? മോന് ഇഷ്ടമുള്ളത് നോക്കിയാ മതി. ആണോ? നോർമലാണ്. ആടാ, അത് ഭയങ്കര ചെറുതാടാ. പിങ്ക് ഉണ്ട്, ഇതുണ്ട്. ഈ കളറില്ല. ഈ സ്റ്റീലിന്റെ ഇതാ നല്ല രസമുണ്ട്. നമുക്ക് ഭയങ്കര ഇഷ്ടം. നല്ല രസമുണ്ട് കേട്ടോ ഈ സ്റ്റീലിന്റെ ഒക്കെ. അവൾക്ക് വേണ്ടാന്ന് സ്റ്റീലിന്റെ. ഇത് നോക്കിയേ. തുറന്നത്. ഇത് കുഞ്ഞു കുട്ടികളുടെയാണ്. തുറന്നു നോക്കിയ എങ്ങനെയാന്ന് അറിയാലോ. നേരത്തെ നമ്മള് തുറന്നത് തന്നെയാണോ? ഇയാള് നിന്നോ? ഇല്ല, വേണ്ടേ? നല്ല രസമുണ്ട് കേട്ടോ. എല്ലാം മേടിക്കാൻ തോന്നുന്നുണ്ട്. തുറക്കണ്ട. അയ്യോ, ബോക്സ് ഇങ്ങനെ വെച്ചിട്ട്. ആ, സിമ്പിളാ. ഇതിന്റെ വേറെ പിങ്ക് ഉണ്ടായിരുന്നു, പക്ഷെ പിങ്ക് തീർന്ന്. വയലറ്റ്. ഇതാണ് പിങ്ക്. അതിവിടെ പൊട്ടിപ്പോയി. വേറെ ഇല്ല. പിന്നെ അവൾ എപ്പോഴും പിങ്ക് അല്ലേ മേടിക്കുന്നത്. അപ്പൊ ഇതെടുക്കാം. മറ്റേ ബില്ല് എടുത്ത് വെച്ചിട്ടില്ലേ? ഇനി അതിന്റെ ഉള്ളിലത്തെ ഇതൊന്ന് തുറന്നു നോക്കിയ ഉള്ളിലത്തെ കറി ബോക്സ്. അതല്ലേ? ആ, ഇതിന്റെ വലുത് വേണം. അതിന്റെ വലുതുണ്ടാന്ന് നോക്കിയേ. നമ്മള് ഇതിന്റെ വലുതല്ലേ മേടിച്ചത്. അത് നോക്ക് നീ. കുറച്ചേ ഒന്നും കിട്ടുന്നില്ലല്ലോ. 5 ബോക്സ് വേണോ കൊച്ചിന്? അല്ല, ഞാൻ ചോദിച്ചെന്നല്ലേ ഉള്ളു. നല്ല രസമുണ്ടടാ. തുറന്നേടാ, ഒന്ന് കാണാൻ വേണ്ടിട്ടല്ലേടാ. അച്ഛടാ, ഷോപ്പിങ്ങിന് വന്നിട്ട് ഫിൽറ്റർ കോഫിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കണ ഒരാള്. എടുത്ത് അവിടെ പോയിട്ട് നോക്കുമോ? ആരും ഇല്ലല്ലോ. എത്ര അതിന്? ഹെൽമെറ്റ് മേടിച്ചു തരുമോ ചേട്ടാ? ഇത്ര ആളായിന്നറിയാൻ പൊട്ട ഹെൽമെറ്റ് ആയിട്ട് കിടക്കണം. അത് മതി. ഇത് കണ്ടില്ലേ, ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. പക്ഷെ നമ്മള് വിചാരിക്കണ പോലത്തെ റേറ്റ് അല്ല ഇതിന് വന്നിട്ട്. ഇതിന്
ആകപ്പാടെ 75 റുപ്പീസ് ഉള്ളൂ കേട്ടോ. നമുക്ക് ജസ്റ്റ് നമുക്ക് ബാഗിലൊക്കെ എവിടെയെങ്കിലും പോകുമ്പോ വെള്ളമൊക്കെ കൊണ്ടുപോകാനൊക്കെ പറ്റിയ നല്ല രസമുണ്ട് കേട്ടോ. എല്ലാം 75 റുപ്പീസ് ഉള്ളൂ. കുഞ്ഞ് ഇത്തിരിയൊക്കെ വെള്ളം ക്യാരി ചെയ്യുമ്പോൾ അടിപൊളിയായിട്ടുണ്ട്. ദേ ഇവിടെയുണ്ട് കുറെ. വീട്ടില് മൊത്തം കുപ്പിയുള്ള ബേളായിരിക്കും. അച്ഛൻ പറഞ്ഞ കടയിലും കൂടി നോക്കിയിട്ട് ഇവിടെ വന്നാ മതിയാ. ഞാൻ പറഞ്ഞ മോന് ഇത് ആവശ്യമാണ് ഈ വെള്ളം. മറ്റതൊക്കെ അത് മേടിക്കാം. എന്താ അത്? വൈറ്റ്നറാ? അത് വേണമെങ്കിൽ എടുത്തോ. വൈറ്റ്നർ വെറുതെ മതി. ഇവിടുത്തെ മതിനി ഇത് തന്നെ. ഇതാണ് ഇഷ്ടപ്പെട്ടത്. ഇതെങ്ങനെ കൊണ്ടുപോകാനാണ്? എത്ര രൂപയുടെ? അച്ഛന് ഇതാണ് ഇഷ്ടപ്പെട്ടേക്കണത്. ലക്ഷ്മിനോട് മേടിക്കുന്ന കൊറേ പ്രാവശ്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണത്. അവൾക്കത് വേണ്ടെന്നാ പറയണത്. അത്രയും ക്യൂട്ട്. ടീച്ചർ സമ്മതിക്കൂല. എനിക്കിവിടെ ഇപ്പഴത്തെ ട്രെൻഡിങ് വാട്ടർ ബോട്ടിലാ. ആണോ? ഒരു കുന്ന് ബില്ലായിട്ടാണ് നമ്മള് നിക്കണത്. കൊറേ അതും ഇതൊക്കെ മേടിച്ചിട്ടുണ്ട്. എത്രയാവും അറിയില്ല. പേയ്മെന്റ് ചെയ്ത് അതിന് ഒരു പേയ്മെന്റ് മാത്രം നമുക്ക് സെക്കൻഡ് ഫ്ലോറിലേ ചെയ്യുള്ളൂ. അപ്പൊ അങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ. അവരെവിടെ? എനിക്കാണെങ്കിൽ ലിഫ്റ്റിലാണെങ്കിൽ നിന്ന് ഭയങ്കര തിരക്കാ. എക്സ്പ്ലേറ്റർ തന്നെ ശരണം. എന്ത് കഷ്ടം. ക്ലിയർ ആണോ നോക്കിയേ? ഇത് കഷ്ടം നോക്കിയേ. ഇനിയിപ്പതേ ഓരോരോ ബില്ലടച്ചിട്ട് അവര് ഓരോരോ സ്ഥലത്ത് പോവാൻ പറയണം. എന്ത് കഷ്ടമാണെന്ന് അറിയോ? ആദ്യം ഞങ്ങളോട് പറഞ്ഞ് ഇത് സെക്കൻഡ് ഫ്ലോറിൽ, ബാക്കിയെല്ലാം ഗ്രൗണ്ട് ഫ്ലോർ. ഇപ്പൊ അതെല്ലാം അടച്ചു വന്നു കഴിഞ്ഞപ്പോ അവര് പറയണ് എല്ലാം കൊണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ പോകാനായിട്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഒന്നാമത് ലിഫ്റ്റിലാണെങ്കിൽ പോയി ഭയങ്കര തിരക്ക്. കാല് തന്നെ എടുക്കാൻ തുടങ്ങി. അപ്പൊ ഞങ്ങൾ അടുത്ത ഡെലിവറിക്ക് വേണ്ടിട്ട് ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണേ. കുറച്ച് കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഒക്കെ കിട്ടാനുണ്ട്. നമ്മള് വെയിറ്റ് ചെയ്യണേ. എന്താ വയ്യാണ്ടായിട്ടാ ആക്ച്വലി അല്ലേ. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ കാണാൻ. അടിപൊളി. കുറച്ച് സാരീസ് കണ്ടപ്പോ നോക്കിയതാട്ടോ. ഇതൊക്കെ 4000 റേഞ്ചാണ്. ഇവിടെ ഡെലിവറി വന്നില്ലല്ലോ. ഇത് 3000 ആണ് ഇതൊക്കെ. ഇപ്പൊ ഇതാണല്ലോ എല്ലാം ട്രെൻഡിങ് ലൈൻസ് വന്നിട്ടുള്ളത്. കൊറേ നല്ല ഇതുണ്ട് കേട്ടോ ഇവിടെ. ഇതെല്ലാം ഒറ്റക്ക് പിടിച്ചിട്ട് അച്ഛൻ്റെ കയ്യിൽ കൊടുക്ക്. കണ്ണ് പിടിക്കാന്ന് പറഞ്ഞ കൊണ്ടുപോകുന്നുണ്ടോ. അപ്പൊ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. നമ്മളിനി വീട്ടിലേക്ക് പോവാണ് കേട്ടാ. അപ്പൊ നമ്മൾ ഇത്രയും സാധനങ്ങളാണ് നമ്മള് പോത്തീസിൽ നിന്നും മേടിച്ചിട്ടുണ്ട്, HNC നിന്നും മേടിച്ചിട്ടുണ്ട്. നമ്മൾ HNC പോയ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്ക് കൊടുക്കാട്ടോ. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ബാഗാണ്. ജീനിയുടെ ബാഗാണ് എടുത്തേക്കണത്. അടിപൊളിയാണ് കേട്ടോ. ജീനിയുടെ ബാഗിന് കംപ്ലൈന്റേ വരാറില്ല. സൂപ്പർ ആയിരിക്കും. അപ്പൊ എത്ര കമ്പാർട്ട്മെന്റ് ഉണ്ടെന്ന് വെച്ചാൽ 1 2 3 4 ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു കുഞ്ഞൊരു ഇതുണ്ട്, ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ട്. അടുത്തത് വന്നിട്ട് ഇവിടെ ഒരെണ്ണമുണ്ട്. ഇത് നമുക്ക് നോട്ട്ബുക്കും ടെക്സ്റ്റും അങ്ങനെയൊക്കെ വെക്കാം. പിന്നെ ദാ ഒരു വലിയത്. പിന്നെ അവിടെ തന്നെ ഒരു പാർട്ടീഷനൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ സിബാണ് ഭയങ്കര ഹൈലൈറ്റ്. ലച്ചന് ഇവിടെ നിന്ന് പോകുമ്പോഴേ പറയുന്നുണ്ടായി എനിക്ക് ബ്ലാക്ക് മതി അമ്മ എന്ന് പറയണ്ടായി. പക്ഷെ ബ്ലാക്കും ഗ്രേയും കൂടി മിക്സ് ചെയ്തിട്ടൊരു ചെന്നപ്പോ തന്നെ നമുക്കിത് ഇഷ്ടപ്പെട്ടിട്ടാ. ലച്ചുവിന്റെ ഇഷ്ടത്തിനാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇതിന്റെ പിന്നെ ഇതിന്റെ സിബൊക്കെ ഒരു ഗോൾഡൻ കളറാണ്. നല്ല രസമുണ്ട് ഈ സിബും കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. പിന്നെ അതിന്റെ സൈഡില് പിന്നെ എവിടെയുള്ളത് 4 അമ്മ 3 എന്നാ പറഞ്ഞത്. 3 കമ്പാർട്ട്മെന്റ്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ വള്ളിയൊക്കെ ആണെങ്കിലും ഭയങ്കര ഇതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ബാഗ് വന്നിട്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു പൗച്ചും വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് ബാഗ്. ഇതിന് അവരിട്ടേക്കുന്ന റേറ്റ് എന്താണ്, നമുക്ക് 40% നമുക്ക് ഓഫ് ഉണ്ട്. ഇതിന് ഇത് കണ്ടില്ലേ, 40% ഓഫ് ഉണ്ട്. അപ്പൊ നമുക്കിത് 1699 കിട്ടിയിട്ട് 1699 രൂപയ്ക്കാണ് ഈ ബാഗ് കിട്ടിയേക്കുന്നത്. പിന്നെ എപ്പോഴും റെയിൻകോട്ട് വരാറുണ്ട്, പക്ഷെ ഈ ബാഗിൽ അതില്ല. ഇങ്ങനെ അടിയിലൊരു സിബ് ഉണ്ട്. ഇതാണ് HND കൊല്ലത്തെ ബാഗ്.
പിന്നെ വന്നിട്ട് പൗച്ചാണ്, പെൻസിൽ പൗച്ച്. നമ്മൾ ഓൺലൈനിൽ നിന്നാണ് മേടിച്ചത്. കാണുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് തോന്നും, പക്ഷെ അത്യാവശ്യം സ്പേഷ്യസ് ആണ് കേട്ടോ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ഇത് വന്നേക്കുന്നത്. കണ്ടോ, ഒരുപാട് സാധനങ്ങൾ ഇതിൽ വെക്കാൻ പറ്റും. ഇതിന്റെ പ്രൈസ് 300 സംതിങ് ആണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഇത് നമുക്ക് വേണമെങ്കിൽ മാറ്റി വേറെ എന്തെങ്കിലും വേണമെങ്കിൽ വെക്കുകയൊക്കെ ചെയ്യാം. അടുത്തത് നമ്മൾ പോത്തീസിൽ തന്നെ അംബർല മേടിച്ചിട്ടുണ്ടായിരുന്നു, ജോൺസിന്റെ തന്നെ കേട്ടാ, അത്യാവശ്യം വലുത്. പിന്നെ നമ്മള് ഇത് പോത്തീസ് എന്നാണ്. ഇത് നല്ല രസമുള്ള ക്യൂട്ട് ആയിട്ടുള്ള ബോട്ടിലാണ്. ഇതിന്റെ വേറെ ഷേപ്പും പല കളേഴ്സ് ഒക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ച ഉള്ളും പ്ലാസ്റ്റിക് ആണെന്ന്, തുറന്നൊന്നും നോക്കിയില്ല. ഒറ്റ ലുക്കിൽ തന്നെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ട്. ഇതിന്റെ പ്രൈസ് 79 റുപ്പീസേ ഉള്ളൂ കേട്ടോ. ഉള്ളു പക്ഷെ കുപ്പിയാണ്, എന്നുവെച്ചാൽ ഗ്ലാസ് ആണ്, പൊട്ടിപ്പോവും. താഴെയൊക്കെ വീണ് കഴിഞ്ഞാൽ പൊട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. ഇത് സ്കൂളിൽ കൊണ്ടുപോകാനല്ല, ട്യൂഷനോ അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും അടുത്തൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട് ക്യൂട്ടായിട്ട് കണ്ടപ്പോ വാങ്ങിയതാണ്. പിന്നെ ലച്ചുവിന് വാട്ടർ ബോട്ടിൽ വന്നിട്ടില്ല, അത് നമ്മൾ ഓൺലൈനിൽ നിന്നാണ് ബോട്ടിൽ ഓർഡർ ചെയ്തേക്കണത്. ലഞ്ച് ബോക്സും ലഞ്ച് ബാഗൊക്കെ കഴിഞ്ഞ വർഷത്തെ ഇരിപ്പുണ്ട്, അതുകൊണ്ട് വാങ്ങണില്ല കേട്ടോ. പിന്നെ ഇത് പോത്തീസ് നിന്ന് വാങ്ങിയതാണ്. ഇത് നല്ലൊരു ഷാർപ്പനർ ആണ്, കാരണം നമുക്ക് ഷാർപ്പ് ചെയ്തിട്ട് ഇതിന്റെ വേസ്റ്റ് ഒക്കെ ഇതിൽ വരുള്ളൂ. അപ്പൊ നമുക്ക് പെൻസിൽ പൗച്ചിലൊന്നും ആവില്ല, നമുക്ക് കൊണ്ടുപോയി കളയാം. നല്ല രസമുണ്ട് കാണാനായിട്ട്. കുറേ വെറൈറ്റി ഉണ്ട് കേട്ടോ പോത്തീസില് ഷാർപ്പനർ. പിന്നെ ഒരു നല്ലൊരു ക്യൂട്ട് ആയിട്ടുള്ള സിസേഴ്സ്, ഇതും പോത്തീസ് എന്നാ വാങ്ങിയത്. ഇതിന്റെ റേറ്റ് ഞാൻ മറന്നുപോയിട്ട് ഇതിന്റെയൊക്കെ. ഇത് 25-30 റുപ്പീസ് ഉള്ളൂ കേട്ടോ. പിന്നെ ഇത് നല്ലൊരു പെന്നാണ്, ഭയങ്കര ക്യൂട്ടായി. 75 റുപ്പീസ് എങ്ങാണ്ടാണ് പെന്നിന്. ക്യൂട്ട്നെസ് നോക്കി എടുത്തതാണ് ഇട്ടത്. പല കളേഴ്സ് ഒക്കെ ഉണ്ട്. ഇത് നിങ്ങൾക്ക് കണ്ടിട്ട് എന്താ തോന്നണത്? എനിക്ക് ആദ്യം കണ്ടിട്ട് തോന്നിയത് ഷാർപ്പനർ ആണെന്നാണ് കേട്ടോ തോന്നിയത്. അപ്പോഴാണ് ലച്ചു പറഞ്ഞ അല്ല അമ്മ ഇത് വൈറ്റ്നർ ആണെന്ന്. ഇതിന്റെ പല വെറൈറ്റി ഉണ്ട്, കളേഴ്സ് ഉണ്ട്. വൈറ്റ്നർ അടിപൊളിയാണ് കേട്ടോ. അപ്പൊ നമ്മള് പോത്തീസ് എന്നുള്ള ഷോപ്പിങ്ങിന്റെ എല്ലാം ഞാൻ കാണിച്ചു. ഇനി നമ്മൾ HNC വാങ്ങിയതാണ് കേട്ടോ. അത് ഡോംസിന്റെ നമ്മളൊരു ഇൻസ്ട്രുമെന്റ് ബോക്സ് ആണ് കേട്ടോ മേടിച്ചേക്കണത്. ഇതിന്റെ പ്രൈസ് വെറും 100 റുപ്പീസ് ഉള്ളൂ കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട് ഇതില്. പെന്നുണ്ട്, പെൻസിൽ ഉണ്ട്, എല്ലാം ഉണ്ട്. അടിപൊളി. അപ്പൊ 100 റുപ്പീസ് ആണ് ഈ ഒരു ഡോംസിന്റെ ബോക്സിന് വരുന്നത്. പിന്നെ വരുന്നത് ഈ ഒരു പെന്നാണ് കേട്ടോ. ഭയങ്കര ക്യൂട്ട്. നമ്മൾ HNC മേടിച്ച ഇതിന്റെ പ്രൈസ് 50 രൂപയുള്ളൂ. നമുക്കിങ്ങനെ കളർ ചേഞ്ച് ചെയ്ത് പച്ച, വയലറ്റ്, ബ്ലാക്ക്, ബ്ലൂ, റെഡ്, ഓറഞ്ച് അങ്ങനെ നമുക്ക് മാറ്റിയിടാം. പണ്ടൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അടിപൊളിയാണ്. ക്യാപ്പിബാറയുടെ ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ളൊരു പെൻ. പിന്നെ സ്റ്റിക്കി നോട്ട്, പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലച്ച് മേടിച്ചേക്കുന്നത്. പിന്നെ ചെറിയൊരു പേപ്പർ സോപ്പ് മേടിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് നല്ല ക്യൂട്ട് ആയിട്ടുള്ളൊരു ഇറേസറും കുഞ്ഞൊരു ഷാർപ്പനറും മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇതും ഡോംസിന്റെ ഒരു വാക്സ് ക്രയോൺസ്. കാരണം എന്താന്ന് വെച്ചാ നോട്ട്ബുക്കിലൊക്കെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇത് വേണമല്ലോ. പിന്നെ ഇതിന്റെ പേര് ഞാൻ മറന്നുപോയി. കറക്ഷൻ ടേപ്പ്. ഇതിന്റെ പ്രൈസ് ഞാൻ ഓർക്കണില്ല കേട്ടാ. അപ്പൊ അത് നമ്മൾ മേടിച്ചിട്ടുണ്ട്, HNC മേടിച്ചേക്കണത് കേട്ടാ. ഇത്രയും. പിന്നെ നമ്മൾ മേടിച്ചേക്കുന്ന ലാസ്റ്റ് കാണിക്കാൻ വേണ്ടി പെൻറ്റോണിക്കിന്റെ ഒരു പെന്നിൽ 10 എണ്ണം ഉണ്ട്. അപ്പൊ 100 രൂപ, 10 രൂപയുള്ള ഒരു പെന്നിന്. അങ്ങനെ തന്നെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഷോപ്പിംഗ്. ബാക്ക് ടു സ്കൂളിലേക്കുള്ള ഷോപ്പിംഗ് ഏകദേശം കഴിഞ്ഞു. കുറച്ച് സാധനങ്ങളൊക്കെയാണ് നമ്മൾ വാങ്ങിയേക്കണം, ആവശ്യമുള്ളതൊക്കെ. അപ്പൊ നിങ്ങളുടെയൊക്കെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞോ? എല്ലാം വാങ്ങിയോ? ഇനി ഇവിടെ നമുക്ക് ബുക്കൊക്കെ കവർ ചെയ്യാനുണ്ട് കേട്ടോ. ഇനി ക്ലാസ് തുറക്കാനായിട്ട് രണ്ടാഴ്ചയൊക്കെ അല്ലേ ഉള്ളൂ തികച്ച്. നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നിസാരം ബൈരാഗി വരാം കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ HNC പോയതിന്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം. ബൈ.